ആദ്യം നമുക്ക് ചെറിയൊരു അടുപ്പ് കൂട്ടാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ആദ്യത്തെ പണി. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാപ്സ് വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. സമൂസ നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസിയായി ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ആ സമൂസ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സമൂസയാണ്. സമൂസ നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസിയായി ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ആ സമൂസ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലുള്ള ഐറ്റം നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് ഇയാളുടെ പരിപാടികളൊക്കെ വലിയ പരിപാടികളായിരിക്കും. നമുക്ക് ചെറിയൊരു പരിപാടി, ഒരു വെജിറ്റബിൾ സമൂസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നോക്കിയിട്ട്, ഈ വീഡിയോ നോക്കിയിട്ട് നമ്മളൊരു പിന്നെ ഒരു സമൂസ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. ഞാൻ സമൂസ നമുക്ക് പേഴ്സണലായിട്ട് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന അതേപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താവും എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ഉണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെല്ലുള്ളി, പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അത് വേവിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. വേവിച്ച് തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തതിൽ ചേർക്കാം. ഇപ്പോൾ വീഡിയോയിൽ ഫിറോസ് ചുട്ടിപ്പാറ പറഞ്ഞിട്ടുള്ള നമ്മളെ സമൂസ, വെജിറ്റബിൾ സമൂസൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കിഴങ്ങ് വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചു. ക്യാരറ്റ്, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, പിന്നെ ഇതിൽ സവാള വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാണിക്കടല വേവിച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ വീഡിയോയിൽ വേവിക്കുന്നത് കണ്ടില്ല, പക്ഷേ ഇത് വേവിക്കാണ്ട് വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് വേവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും മസാലയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സമൂസയിലുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമുക്കിനി ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മസാല വേവിച്ചെടുക്കാം. എണ്ണ ഒഴിക്കാൻ പറഞ്ഞു, എണ്ണ ഒഴിച്ചു. അപ്പോൾ ഉപ്പിട്ട് നമ്മൾ ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക്,
കഴിഞ്ഞിട്ട് പട്ടാണിക്കടല അപ്പോൾ നമ്മളിപ്പോൾ അതിൽ പറഞ്ഞ പിന്നെ എല്ലാ സാധനങ്ങളും അതിൽ ചേർത്തി. പക്ഷെ ഒരേ ഒരു സാധനം മിസ്സിംഗ് ആണ്, കോളിഫ്ലവർ മാത്രം മിസ്സിംഗ് ആണ്, വേറെ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ സമൂസൻ്റെ ഓല മണിക്കയിലേക്ക് മസാല കയറ്റിയിട്ട് പൊരിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. ഒരൽപ്പം ഗരം മസാല. ഓക്കെ, മതി. ഒരു ഹാഫ് വേവായി. നമുക്ക് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില. അപ്പോൾ ഫിറോസ് പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിലിട്ടിട്ടുണ്ട്, കോളിഫ്ലവർ മാത്രമല്ല. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഒന്ന് വേവിച്ചെടുക്കണത്. ഏകദേശം ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തു. മസാല റെഡി. കുറച്ച് നേരം കൂടെ വേകണം അല്ലേ? ഓക്കെ, ശരി, ഒന്നിങ്ങനെ കിടന്ന് വേവട്ടെ. ഓക്കെ, നമ്മളെ മസാല നമ്മൾ റെഡിയാക്കി ഈ പാത്രത്തിൽ മാറ്റി. രാവിലെ വീട്ടിലുണ്ടാക്കിയ പൂരിയാണ്, അതുകൊണ്ട് നമ്മുടെ മസാല പാത്രം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ മസാല റെഡിയാക്കി വെച്ചു. ഇനി സമൂസന്റെ ലീഫ് എടുത്തിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫോൾഡ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല പുള്ളിയുടെ മടക്കല്, അത് വേറെ മോഡൽ. പക്ഷെ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കാം. ഓക്കെ, 50 ഷീറ്റിന്റെ ലീഫ്. ഇതാണ് നമ്മളെ ലീഫ്. ഓക്കെ, നമുക്കിനി ഈ ലീഫ്, ഇത് നമ്മൾ മൈദ കുറച്ച് കലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ എല്ലാവർക്കും അറിയണതാണ്. നമുക്ക് ഇനി ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനൊരു മടക്കൽ, എന്നിട്ട് നമുക്ക് കുറച്ച് ഗമ്മ് പശ ഇവിടെ ആക്കി കൊടുക്കാം. പശ അല്ലോട്ടത് മൈദയാണ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇടുന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ഫോൾഡിങ് ഇവിടെ പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചു കൊടുത്തിട്ട് തിരിച്ചു വെച്ച് എന്താ ഇപ്പോൾ ഇത് സമോസ ആയിട്ട് പേക്കായത്. ഇനി ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത ലീഫ് എടുക്കുന്നു.
കണ്ടുപോയി. നമ്മൾ കുറച്ച് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജിലൊക്കെ കുറച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മൈദപ്പശ കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ലീഫ് തനിച്ചും മസാല തനിച്ചും പോകും. അതിങ്ങനെ നമ്മളിനി അത് പൊരിക്കാൻ പോകണ്ടോ. ചട്ടി വെച്ചു, നമുക്ക് കുറച്ച് എണ്ണ വയ്ക്കാം. ഇത് പിന്നെ നമ്മുടെ സമോസ റെഡി.